അല്ല അവരിതുവരെ എത്തിയില്ലേ ഗൗരി? രാവിലെ പുറപ്പെട്ട ഇപ്പൊ എത്ര സമയം കഴിഞ്ഞല്ലോ? ഇതാ നല്ല നീലമാമ്പഴ അകത്ത് വെച്ചോളാം. അരങ്ങത്ത് വരുന്നതിന് മുമ്പുള്ള അരങ്ങേറ്റക്കാരന്റെ അവസ്ഥയാണല്ലോ ഇത്. എല്ലാം മറന്നോ? അമ്മൂന് നീലമാങ്ങ ഇഷ്ടാണെന്ന് പറഞ്ഞ് അന്തൻ ഇന്നലെ എന്നെ കൊണ്ട് മേടിപ്പിച്ചില്ലേ 2 കിലോ? ഓ, ഞാനത് മറന്നു. അനിയത്തി വരുമെന്ന് കേട്ടപ്പോ ചേട്ടന്റെ ഒരു വെപ്രാളം. വല്യമ്മേ, എന്തൊക്കെയാ കറികള്? എല്ലാം ഉണ്ട്. വന്നു കയറുമ്പോ ഇനി അതിനകത്തൊരു വഴക്കുണ്ടാക്കണ്ട. കായ്പക്ക കൊണ്ടാട്ടുണ്ടാക്കിയിട്ട് പിന്നെ വെള്ളരിക്കൊണ്ട് ഒരു പുളിശ്ശേരി. പായസം പാലട തന്നെ മതി. അതിന്റെ പിന്നെ അവൾക്കൊന്നും വേണ്ടല്ലോ. അതൊന്നും കുഞ്ഞു പ്രത്യേകം പറയണമെന്നില്ല. എനിക്ക് വല്യമ്മക്കെല്ലാം മനപ്പാടാ. ആ ഗൗരി, അമ്മൂന്റെ മുറി ഒന്ന് ശ്രദ്ധിച്ചോളാം. കട്ടിലിൽ വെളുത്ത വരി വിരിച്ചാ മതി. അവളുടെ കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിച്ചില്ലാന്ന് വേണ്ട. ആ അത് ചോദിച്ചില്ലല്ലോ, വേണുവിന് പ്രത്യേകിച്ച് ഇഷ്ടങ്ങൾ വല്ലതും ഉണ്ടോ? അമ്മൂന്റെ കാര്യത്തിനടക്ക് അവന്റെ കാര്യങ്ങളൊക്കെ മറന്നു. എല്ലാ കൂട്ടത്തിലും കൂടുന്ന സ്വഭാവം അവന്റെ. പ്രത്യേകിച്ച് ഇല്ല, അങ്ങനെയൊന്നുമില്ല. ആ അങ്ങനെ ആൺകുട്ടികള്. ആ എല്ലാരും കണ്ടിട്ട് ഒരുപാട് നാളായ പോലെ അല്ലേ? വന്ന് നിനക്കൊരു സാധനമായി വെച്ചിട്ടുണ്ട്. വാ ഇങ്ങടുത്താ, ഞാൻ അകത്തുകൊണ്ടേ വെക്കാം. ഞാനൊന്ന് പോയി നോക്കട്ടെ. വേണ്ട, നീ വെയിലത്ത് തൊടിയിലേക്കൊന്നും ഇറങ്ങണ്ട. അതിന് ഞാനൊന്ന് കാണട്ടെ. നന്ദാ, പൈക്കുട്ടിയെ മൂരിക്കുട്ടിയെ വിളിച്ചേ. പൈക്കുട്ടിയെ മോളെ, അതിനും പുള്ളിയുണ്ട്. നീ വന്ന കാലം അങ്ങോട്ട് ഇങ്ങോട്ട് ഓടി നടക്കണ്ട. വാ അകത്തേക്ക് വാ. ഈ വല്യമ്മ ഒന്നിനും സമ്മതിക്കില്ല. എത്തിയില്ലേ? എന്താ അങ്ങനെ വന്ന കാലം നിക്കണേ? ദക്ഷയാഗത്തിന് ചെന്ന നന്ദികേശ്വരനെ പോലെ ഇരിക്ക. ഇവനിത് ഭവിക്കണം, ഇന്ന കാലം വരണമെന്നൊക്കെ നമ്മളെ ചില ആണുങ്ങളുടെ മണ്ടയിൽ പണ്ടേ എഴുതി വെച്ചിട്ടേ. മാറ്റാമായോ അത്? ഇരിക്ക. ഭാര്യാഗ്രഹേ പരമസുഖം 10 ദിവസം എന്നാണല്ലോ. അനുഭവിച്ചാണ് ഞാനും. എന്താ അങ്ങനെ നിക്കണേ? ഇരിക്ക. ആഹാ, നീ ഇവിടെ തന്നെ നിക്ക. വാ, ഇതാണ് നിങ്ങൾക്കുള്ള മുറി. എന്തായാലും അധിക ദിവസമൊന്നും എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. ഇങ്ങോട്ട് വന്നത് നിനക്ക് ഇഷ്ടായിട്ടുണ്ടാവില്ല അല്ലേ? ഇല്ല, ഒട്ടും ഇഷ്ടായിട്ടില്ല. പിന്നെ ഓരോ വേഷം കിട്ടുമ്പോ അതിനനുസരിച്ച് ആടണമല്ലോ. വേണം. ജീവിതത്തിൽ ചിലതൊക്കെ സഹിക്കേണ്ടി വരുമെന്ന് വേണോന്നറിയാലോ. എല്ലാരും പറയണത് ഇത് തന്നെയാ. സഹിക്കുക, ക്ഷമിക്കുക. എത്രത്തോളം ആണായി അഭിമാനത്തോടെ ജീവിക്കണം നേരന്നല്ലേ മുമ്പ് ഗൗരിയെടുത്തി പറഞ്ഞിരുന്നത്. ഇപ്പൊ അത് തന്നെയാണ് പറയുന്നത് ഗൗരിയെടുത്തി. നീ വേണ്ടത്ര ശ്രദ്ധിക്കാത്തോണ്ടാ അമ്മൂന് വീണ്ടും അസുഖം വന്നെന്ന നന്ദേട്ടൻ പറയണേ. ശരി, അതിന്റെ കുറ്റം എനിക്കിരിക്കട്ടെ. എല്ലാ കുറ്റം കെട്ടിവെക്കാൻ ഇവിടെ ഒരു ശിരസുണ്ടല്ലോ. അന്ന് ഉച്ചയ്ക്ക് അവൾ എന്തൊക്കെയാ വീട്ടിൽ കിടന്ന് കാട്ടിക്കൂട്ടിയെന്ന് ഗൗരിയെടുത്തിക്ക് അറിയോ? വീട്ടിൽ ഒന്നേരം മുഴുവൻ അപമാനിച്ചത്. പോട്ടെ, നമ്മുടെ അച്ഛനും അമ്മയും